യേശു കർത്താവ് ഏറ്റവും വലിയ അത്ഭുതമായി മാറിയത് എപ്പോഴെന്ന് എന്നോട് ചോദിച്ചാൽ, യേശു തന്റെ പദ്ധതിയുമായി ഏറ്റവും കൂടുതൽ അലൈൻഡ് ആയത് എപ്പോഴെന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ പറയും അത് മൂന്നാണിയിലും ഒരു കുരിശിന്മേലും യേശു കയറിയപ്പോഴാണ്. ഒരാൾ എന്നോട് ഒരിക്കൽ ചോദിച്ചു, പത്തനംതിട്ട അട്ടച്ചാക്കൽ കൺവെൻഷൻ എന്ന് പറയുന്ന കൺവെൻഷന് ആമേൻ ഒരിക്കൽ ഞാൻ ചെല്ലുമ്പോൾ, ആ കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് ഞാൻ എൻ്റെ കാറിലേക്ക് കയറുമ്പോൾ 3-4 ചെറുപ്പക്കാർ ഒരുമിച്ച് നിന്ന് ഞാൻ കയറുന്നത് കണ്ട് എൻ്റെ അടുത്ത് നിന്ന് അവർ 1-2 കമന്റ് പാസ്സാക്കിയത് ഇങ്ങനെയാണ്: റോമാക്കാരും യഹൂദന്മാരും കൂടെ അടിച്ചു കൊന്നു മരത്തി തൂക്കിയവനെ കുറിച്ചാണ് ഇവൻ ആവേശത്തോടെ പ്രസംഗിച്ചിട്ട് പോകുന്നത്. ഞാൻ കാറിനകത്ത് കയറിയ ഞാൻ ആ വാക്ക് ശ്രദ്ധിച്ചു. ആ വാക്ക് കേട്ടിട്ട് എനിക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ തോന്നിയില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അകത്തിരിക്കുന്ന കൺവെൻഷൻ കേൾക്കുന്ന പലർക്കും എന്താണെന്ന് അറിയില്ലെങ്കിലും പുറത്തിരിക്കുന്ന ചിലർക്ക് കാര്യങ്ങൾ അറിയാം. യേശുവിനെ ക്രൂശിച്ചത് യഹൂദന്മാരും റോമാക്കാരും കൂടെയാണെന്നുള്ള സത്യം പുറത്തുള്ള ആൾക്കാർക്കറിയാം, നമുക്കതുപോലും അറിയത്തില്ല. ഞാൻ ചിരിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്, കരഞ്ഞുകൊണ്ട് എന്നെ കേൾക്കരുത്. കാരണം ചിലരെ മുഖം കണ്ടപ്പോൾ എനിക്ക് തന്നെ കരച്ചിൽ വരിക. ഞാൻ ചിരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആളാണ്, അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് കേൾക്കണം. അപ്പോൾ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ പറയുന്ന ഞാൻ കേട്ടു. അത് ക്രിസ്ത്യാനികളല്ല, അക്രൈസ്തവരായ ചെറുപ്പക്കാരാണ്. നിങ്ങൾക്കറിയാലോ, തോമസിന്റെ മകൻ സുവിശേഷം പ്രസംഗിച്ചിട്ട് പോകുന്ന പോലല്ല ശ്രീദേവിയുടെയും മോഹനന്റെയും മകൻ യേശുവിനെ പ്രസംഗിച്ചിട്ട് പോകുന്നത്, ഇല്ലേ? എന്റെ പ്രസംഗത്തിന്റെ അവസാനം പലപ്പോഴും പാസ്റ്റർമാർ സ്റ്റേജിൽ കാണത്തില്ല, നാട്ടിലെ നാട്ടുകാരടുത്ത് വന്ന് നിൽക്കും. പക്ഷെ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, യേശുവിനെ എന്റെ രക്ഷകനായി സ്വീകരിച്ച അന്ന് മുതൽ ഇന്ന് രാത്രി 8:40 വരെ ഞാൻ യേശുവിന്റെ മകനായതിന്റെ പേരിൽ ഒരു സ്ഥലത്തും എന്റെ തല താഴ്ന്നിട്ടില്ല. എന്റെ കൂടെ ഇന്ന് രാത്രി അതിന് ചങ്കൂറ്റത്തോടെ ആമേൻ പറയാൻ കഴിയുമെങ്കിൽ ആമേൻ പറഞ്ഞു സ്വീകരിക്കേ. ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കേട്ടു, ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ കയറിപ്പോയി, ഒരുപാട് അപമാനങ്ങളിലൂടെയും അപവാദങ്ങളിലൂടെയും ഞാൻ കടന്നു ചെന്നു. പക്ഷെ ഒരു സ്ഥലത്തും യേശുവിന്റെ മകനായതിന്റെ പേരിൽ ഞാൻ ലജ്ജിതനാകാൻ ഇടവന്നിട്ടില്ല. ഈ ശബ്ദം കേട്ടിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ തോന്നിയില്ല. ഞാൻ ആ കാറിന്റെ ഡോറ് ഇറങ്ങിയിട്ട് ഞാൻ ആ സഹോദരങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. യേശു ക്രിസ്തുവിനെ റോമാക്കാരും യഹൂദന്മാരും കൂടെയാണ് ക്രൂശിന്മേൽ കയറ്റിയത്. പിന്നെ ചേട്ടൻ പറഞ്ഞില്ലേ, ഈ ആളെയാണ് ഇവൻ ആവേശത്തോടെ പ്രസംഗിക്കുന്നതെന്ന്. യേശു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ അകത്തൊരു ആവേശം വരാറുണ്ട്. അത് ഞാൻ യേശുവിനെ അറിഞ്ഞു പ്രസംഗിക്കുന്നോണ്ടല്ല, അനുഭവിച്ച് പ്രസംഗിക്കുന്നോണ്ടാണ്. ഭൂകമ്പം ഉണ്ടായാലും ഇരിക്കുന്ന ചെയർ കുലുങ്ങാതെ വീട്ടിൽ പോകുന്നവരാണ് നമ്മൾ. അതിനെന്താ കുഴപ്പമെന്നറിയോ? നമ്മൾ അറിവേ ഉള്ളൂ, അനുഭവം ഇല്ല. ചിലർക്ക് തലയാട്ടാൻ വലിയ പ്രയാസമുണ്ട്, കുഴപ്പമില്ല, 4-ാം ദിവസം ആടിക്കോളും. യേശുവിനെ അനുഭവിച്ചവൻ, അനുദിനം വചനം അനുഭവിച്ചവൻ, അയാളോട് ആരും പറയണ്ട ആരാധിക്കാൻ, അയാളോട് ആരും പറയണ്ട കൈയടിക്കാൻ, അയാളെ കൈയടിപ്പിക്കാൻ വർഷിപ്പ് ലീഡർമാർ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതിൽപ്പെട്ട 10 എണ്ണം ഇതിനകത്തുണ്ടെങ്കിൽ ആത്മമണ്ഡലം ഇവിടെ തുറക്കും. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, യേശുവിനെ അനുഭവിക്കണം, വചനം അനുഭവിക്കണം, ആരാധന അനുഭവിക്കണം, അഭിഷേകം അനുഭവിക്കണം, ശുശ്രൂഷകൾ അനുഭവിക്കണം. കരമടിച്ച് അതിനൊരു ആമേൻ പറഞ്ഞേക്ക്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ 1-ാമത്തെ ഭാഗം ശരിയാണ്. യേശുവിനെ ക്രൂശിന്മേൽ കൊണ്ടുവന്നത് റോമാക്കാരും യഹൂദന്മാരും കൂടെയാണ്. പക്ഷെ അതിനകത്തൊരു തിരുത്തുണ്ട്. റോമാക്കാരും യഹൂദന്മാരും കൂടെ കൊന്നതല്ല യേശുവിനെ. പിതാവായ ദൈവം
തന്റെ പുത്രനെ എനിക്ക് തന്നതാണ്. ഇത് കൊന്ന ചരിത്രമല്ല, ഇത് തന്ന ചരിത്രമാണ്.